അവർക്കൊരു കൈയടി കൊടുത്ത് അവരൊന്ന് കൈവെക്കണം ആരാണെന്ന് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അതുപോലെ തന്നെ തമിഴ്നാട് ചെന്നൈ ഏതിന് നമ്മുടെ തമിഴ്നാടിനാണ് ആശ്രയിക്കുന്നത് അല്ലേ. ഒരു കോഴിനെ വേണമെങ്കിൽ നമ്മൾ നാമക്കല്ലിൽ പോകും, പിന്നെ തീപ്പെട്ടി വേണമെങ്കിൽ ശിവകാശിയിൽ, നല്ല പിന്നെ ഡ്രസ്സ് വേണമെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ പോകും. അപ്പോൾ നമ്മുടെ ഏറ്റവും കേരളത്തിന്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്നുള്ളത്. ചെന്നൈയിൽ നിന്ന് ഒരു 4 പേരുണ്ട്, അവർക്ക് നല്ലൊരു ക്ലബ് കൊടുത്ത് താങ്ക് യു. അതുപോലെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന എറണാകുളം ജില്ലയുടെ ഭാഗം തന്നെയാണ്. അതിൻ്റെ അവിടെ നിന്ന് 4 പേരുണ്ട്, അവരൊന്ന് കൈവെക്കണം കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്ത് അവരാര് മൂവാറ്റുപുഴ. വെരി ഗുഡ്. അതിൽ ഇടക്കൊച്ചി, തിരുവിതാംകൂറിനും കൊച്ചിക്കും ഇടക്കുള്ള ഒരു സ്ഥലമാണ് ഇടക്കൊച്ചി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു 8 പേരുണ്ട്, അവർക്കൊരു കൈയ്യടി കൊടുത്ത് ഇളക്കൊന്ന് കൈയ്യടിക്കട്ടെ, സൗന്ദര്യം കൂടും. പിന്നെ എറണാകുളത്തിന്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആകുന്ന എറണാകുളം സൗത്തിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായിട്ട് 4 പേരുണ്ട്, അവർക്കൊരു കൈയ്യടി കൊടുക്കാൻ. പിന്നെ അർത്തുങ്കൽ ആലപ്പുഴ ഇടക്കൊച്ചി ചേർത്തല കഴിഞ്ഞാൽ അർത്തുങ്കൽ നിന്ന് ഒരാൾ മാത്രം. പിന്നെ അതിന് ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് വയനാട് കൽപ്പറ്റ എന്ന് പറയുന്ന കൽപ്പറ്റയിൽ നിന്ന് ഒരു 9 പേരുണ്ട് അല്ലേ, അവർക്കൊരു ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കണ്ണമാലി എന്ന് പറയുന്ന മാർച്ച് 19 ഫേമസ് ആണ് കണ്ണമാലി, അവിടെ നിന്ന് വളണ്ട്. പിന്നെ കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മറ്റു സ്ഥലമാണ് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലം അല്ലേ, അവിടെ നിന്ന് പിന്നെ ഒരു 8 പേരുണ്ട്, അവിടെ കണ്ടിട്ട് അവർക്കൊരു കൈയ്യടി കൊടുക്കുക. നമ്മുടെ കണക്കൻ മാറിയ സ്ഥലമാണ് ബാലുശ്ശേരി അല്ലേ, സച്ചിൻ ദേവോട് ജയിച്ച സ്ഥലം. പിന്നെ കണ്ണൂർ കോട്ടയം ഇടുക്കി അവിടുന്ന് കുറച്ച് പേര് കൂടിയുണ്ട്, അവർക്ക് ഒരു കൈയ്യടി കൊടുക്കുക. പിന്നെ നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രിയാണ് സ്വീറ്റ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാനിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യയും